അമേരിക്കയുടെ യുദ്ധക്കൊതിയും ഇസ്രായേലിന്റെ സ്വാർത്ഥതയും ഒരിക്കൽ കൂടി ലോകത്തെ നാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. തങ്ങളുടെ വിജയം എന്നതിനപ്പുറം ലോകത്തിന്റെ സമാധാനം എന്ന ഒരു വാക്കുപോലും മിണ്ടാതിരുന്ന അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴിതാ തോൽവി ഏറ്റുവാങ്ങാൻ നിർബന്ധിതരാവുകയാണ്. അതായത് ഇറാനോടൊപ്പം യുദ്ധഭൂമിയിലേക്ക് മറ്റ് രാജ്യങ്ങളും കൂടി ഇറങ്ങുകയാണ്. തുർക്കിയാണ് വെറും പിന്തുണയല്ല യുദ്ധത്തിന് തന്നെ തയ്യാറെന്ന് പ്രഖ്യാപിച്ച് മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗൻ രംഗത്ത് വന്നിരിക്കുന്നത്. നെതന്യാഹുവിനെ ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ച എർദോഗൻ രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായെന്ന് തുറന്നടിച്ചു. സത്യത്തിൽ തുർക്കി പ്രസിഡന്റ് പറഞ്ഞത് 100% ശരിയാണ്. പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ യുദ്ധ സാഹചര്യത്തിന് മുഴുവൻ ഉത്തരവാദിയും ഇസ്രായേലാണ്. അതിന് അമേരിക്കയുടെ സഹായം ഉണ്ട് എന്ന അഹങ്കാരവും അവരെ നയിച്ചു. അതുകൊണ്ട് ഇസ്രായേലിനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാനൊപ്പം തുർക്കിയും യുദ്ധമുഖത്തെത്തുന്നത്. അതായത് ഗാസയിലും ലെബനനിലും ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ച് തീർത്ത് കളയുമെന്ന പരോക്ഷ ഭീഷണിയാണ് ഇപ്പോൾ തുർക്കി മുഴക്കിയിരിക്കുന്നത്. നെതന്യാഹുവിന്റെ പേര് ഹിറ്റ്ലർക്കും മുസോളിനിക്കും സ്റ്റാലിനുമൊപ്പമാണ് ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത്. ഗാസയിൽ അതുപോലെ ഇറാന് നേരെയും ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് നെതന്യാഹു വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും തുർക്കി വ്യക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. ഗാസയിലെ സൈനിക നടപടികളെ തുടർന്ന് ഇസ്രായേലുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും തുർക്കി നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ ഇറാൻ കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ലിബിയയിലും നാഗോർണോ കറാബാക്കിലും തുർക്കി സൈനിക ഇടപെടൽ നടത്തിയത് ചൂണ്ടിക്കാട്ടിയ എർദോഗൻ ഇസ്രായേലിന്റെ കാര്യത്തിലും തങ്ങൾ ഇതേ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. എല്ലാവരെയും വിഡ്ഢികളാക്കി ഇസ്രായേൽ ഇങ്ങനെ യുദ്ധവെറിയുമായി നടക്കേണ്ട എന്നാണ് തുർക്കി താക്കീത് നൽകിയിരിക്കുന്നത്. കാരണം ഗാസയ്ക്ക് പിന്നാലെ ലെബനനിലേക്കും യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം മേഖലയെ വലിയ അപകടത്തിലേക്ക് നയിക്കും. അതിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്നാണ് തുർക്കി മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിന്റെ ഇത്തരം നീക്കങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നത് ലജ്ജാകരമാണെന്നും എർദോഗൻ ഓർമ്മിപ്പിച്ചു. എർദോഗൻ സദാം ഹുസൈന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നും അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അദ്ദേഹം ഓർക്കണമെന്നും ഇസ്രായേൽ പറഞ്ഞുവെങ്കിലും അത് നമുക്ക് യുദ്ധമുഖത്ത് കാണാമെന്ന നിശ്ചയിച്ചുറപ്പിച്ചാണ് തുർക്കിയുടെ നീക്കം. ഏതായാലും ഇറാനെ ഒരാഴ്ച കൊണ്ട് തീർത്ത് കളഞ്ഞ് ലോകം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കരുതിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും 7 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധകാഹളം നടത്തുന്ന ഇസ്രായേലിനൊപ്പം അമേരിക്ക ഇനി നിൽക്കില്ല അധികകാലം എന്നുള്ള സൂചന ലഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായി വരുമ്പോഴാണ് ഇറാനു വേണ്ടി തുർക്കിയുടെ രംഗപ്രവേശം എന്നുള്ളതാണ് അമേരിക്ക ഇസ്രായേൽ സഖ്യത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്.